ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുലിക്. ഞാൻ നിങ്ങളെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, മക്കളെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ആനുവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അല്ലെ. സോ നമുക്ക് എക്സാമിന് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ചാപ്റ്റേഴ്സുകൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് യൂണിറ്റിൽ വരുന്ന ചാപ്റ്റേഴ്സുകൾ തന്നെയാണ്. അപ്പൊ ശരിക്കും പറയുവാണെങ്കിൽ അതിലുള്ള എല്ലാ ചാപ്റ്റേഴ്സുകളും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. അതിൽ ഏതൊക്കെ കണ്ടന്റുകളായിരിക്കും പഠിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. സോ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം ഇപ്പൊ തന്നെ ചെയ്ത് നോക്കാം അല്ലെ. നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, പട്ടിക പൂർത്തിയാക്കുക. സോ ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. 1000 ഗ്രാം 1 കിലോഗ്രാം ആണെങ്കിൽ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 1000 ഗ്രാം 1 കിലോഗ്രാം ആണെങ്കിൽ എത്ര കിലോഗ്രാം ആയിരുന്നു 1 ടൺ എന്നായിരുന്നു ചോദിച്ചത്. സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയുന്ന ഉത്തരമാണ്. എത്രയായിരുന്നുടാ? 1000 കിലോഗ്രാം ആയിരുന്നു 1 ടൺ എന്ന് പറയുന്നത്. ഞാൻ അടുത്ത ചോദിച്ചത് മീറ്ററിലാണ് അല്ലെ. അപ്പൊ കിലോഗ്രാമും ഗ്രാമും ടണ്ണും ഒക്കെ മാറി നമ്മൾ പോയ ഡിസ്റ്റൻസിന്റെ യൂണിറ്റിലേക്കായി മീറ്റർ, ഡാഷ് മീറ്റർ അല്ലെ. എത്ര മീറ്റർ ആണ് 1 കിലോമീറ്റർ ആവുന്നത്? അതും 1000 മീറ്റർ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. സോ ഈ ഒരു മെഷർമെന്റ് നമ്മൾ പഠിച്ച അളവുകളെ നിങ്ങൾ എന്ത് ചെയ്യുക, മറക്കാതിരിക്കുക. സോ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് എന്താണ്? ഒരു ചാക്കിൽ 50 കിലോഗ്രാം അരിയുണ്ട്. ഒരു മില്ലിൽ നിന്ന് 60 ചാക്ക് അരി ലോറിയിൽ കയറ്റിയാൽ എത്ര ടൺ അരിയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നോക്കണം. 1 സാക്ക്, ഒരു സാക്കില് 50 കിലോഗ്രാം, 50 കിലോഗ്രാം റൈസ് ഉണ്ട്. അതുപോലത്തെ 60 ചാക്കുകൾ ഉണ്ടെങ്കിൽ എത്ര ടൺ അരിയാണ് ലോറിയിൽ കയറ്റിയതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ഒരു ചാക്കിൽ 1 സാക്ക്, അവിടെ 50 കിലോ ഉണ്ട്. അതുപോലത്തെ 60 ചാക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? 50 × 60 ചെയ്യും. ശരിയല്ലേ? 30 2 0 എന്ന് വെച്ചാൽ 3000 കിലോഗ്രാം ഉണ്ടെന്ന് പറയാം. ഈ 3000 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ടൺ ആണെടാ? നേരെ നമുക്ക് 3 ടൺ, 3 ടൺ ഉണ്ടെന്ന് പറയാം. സോ ആൻസർ എന്താണ് വരിക? 3 ടൺ. ഈ ഒരു കൺവേർഷൻ നിങ്ങൾ പഠിക്കണം കേട്ടോ. ദെൻ ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബി ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്? ബി അല്ലല്ലേ, സി ക്വസ്റ്റ്യനിലേക്ക് എത്തി. ഇൻ ചിന്നൂസ് പഞ്ചായത്ത്, okay, pipes were laid for supplying drinking water. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ ചോദിച്ച് കാണുന്നുണ്ട്. എന്റെ മക്കൾ ശ്രദ്ധിക്കണം ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്. ഓക്കെ, ആദ്യത്തെ ആഴ്ച ചിന്നുവിന്റെ പഞ്ചായത്തില് 6 കിലോമീറ്റർ 700 മീറ്ററും രണ്ടാമത്തെ ആഴ്ച 8 കിലോമീറ്റർ 300 മീറ്ററും പൈപ്പ് സ്ഥാപിച്ചുവെങ്കിൽ ആകെ എത്ര ദൂരം പൈപ്പ് സ്ഥാപിച്ചു എന്നാണ്. സോ നിങ്ങൾ ആഡ് ചെയ്യണം. ഈ രണ്ട് അളവുകളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ആഡ് ചെയ്യേണ്ടി വരും. സോ ആഡ് ചെയ്താൽ എങ്ങനെ കിട്ടുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയേക്കാം. ഓക്കെ, ഞാൻ താഴെ തന്നെ എഴുതാൻ സ്ഥലം ഉണ്ടെങ്കിൽ താഴെ തന്നെ എഴുതി തരാം. എന്റെ മക്കൾ ശ്രദ്ധിക്കേ. ഓക്കെ, റെഡി. അപ്പൊ ആദ്യത്തെ വീക്കില് 6 കിലോമീറ്റർ 700 മീറ്റർ. സോ 6 കിലോമീറ്റർ 700 മീറ്റർ എന്ന് പറഞ്ഞാൽ 6 കിലോമീറ്റർ 700 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ ആയിട്ട് 6700 മീറ്റർ എന്ന് ഒരുമിച്ച് എഴുതാം. ഇനി രണ്ടാമത്തെ ആഴ്ച എത്ര വന്നു? 8 കിലോമീറ്റർ 300 മീറ്റർ. അപ്പൊ നോക്കിക്കേടാ, 8 കിലോമീറ്റർ 300 മീറ്റർ എന്ന് പറഞ്ഞാൽ 8300 മീറ്റർ എന്ന് ഞാൻ ടോട്ടൽ ആയിട്ട് എഴുതി. സോ എനിക്കിത് ആഡ് ചെയ്യാൻ ഇനി എളുപ്പമാണ്. കാര്യം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താൽ നമുക്ക് ഒരുമിച്ച് ആഡ് ചെയ്യാം. ദെൻ എത്ര മീറ്റർ ആണെന്ന് കിട്ടും? 0 0 10 ബാക്കി 1 15. അപ്പൊ 15000 മീറ്റർ എന്ന് കിട്ടി. ഈ 15000 മീറ്റർ എനിക്ക് മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? യെസ്, 15 കിലോമീറ്റർ എന്നും എഴുതാം. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇതിന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് രണ്ടും കൺവേർഷന്റെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ശ്രദ്ധിക്കണം. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും അടിപൊളിയായിട്ട് ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ്, പ്രത്യേകിച്ച് മാത്സിന്റെ എക്സാം അല്ലെ. അപ്പൊ ശരിക്കും ഇന്ന് കൃത്യം 7:30 നമ്മളൊരു മെഗാ മാരത്തോണുമായിട്ട് കണ്ടുമുട്ടുന്നുണ്ട്. ഞാൻ മാത്രമല്ല, നിങ്ങളെ സ്വന്തം ശ്വേതാ മിസ്സും ഉണ്ടായിരിക്കും. സോ ഒരു മാരത്തോണോ ഒരു ലൈവ് പോലും മിസ് ചെയ്യാതെ എന്റെ മക്കൾ കാണുന്നുണ്ടായിരിക്കും. അതുപോലെ ഇപ്പൊ ചെയ്ത പ്രോബ്ലം നിങ്ങളെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊക്കെ ഉത്തരം കിട്ടുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കണം. ഓക്കെ, അതുപോലെ എന്റെ കുട്ടികൾ എല്ലാവരും ഇനി അടുത്ത ക്ലാസ്സിൽ പോകാൻ പോകുന്നത് നമ്മളുടെ 5ാം ക്ലാസ്സിലേക്കാണ് അല്ലെ. 5ാം ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, ശരിക്കും അതിന് എക്സാം ആയാലും ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ സെറ്റ് ആക്കാൻ വേണ്ടി നമുക്ക് സൈലത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു പൃഥ്വി ബാച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ പൃഥ്വി ബാച്ചിലേക്കുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ എന്റെ കുട്ടികളെ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റാണ്. ഈ വരുന്ന മാർച്ച് 20 വരെയുള്ളൂ നമുക്ക് ഒരു ഓഫറിൽ നിങ്ങൾക്ക് നമ്മളെ ബാച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതും ശ്രദ്ധിക്കേണ്ടത് 10% ഡിസ്കൗണ്ടില് ചെറിയൊരു പ്രൈസില് 1 വർഷത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ക്ലാസ്സുകളും കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബാച്ച് പർച്ചേസ് ചെയ്യുന്നതിൽ 5 പേരെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ 5 പേർക്ക് സ്മാർട്ട് വാച്ച് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് പോലും ഇല്ല സ്മാർട്ട് വാച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മറക്കേണ്ട. താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ എന്തായാലും ഈ ഒരു കാര്യം നമ്മളിപ്പോ പഠിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കുക. അടിപൊളി കുട്ടികളായിട്ട് ഇരിക്കുക. നമ്മളെ മാരത്തോൺ മറക്കണ്ട. നമുക്ക് ലൈവിൽ വെച്ച് കാണാം. ബൈ ബൈ.